MG യൂണിവേഴ്സിറ്റിയുടെ BSc മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമസ്റ്ററിലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ, അതായത് റാൻഡം വേരിയബിളിനകത്ത് റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന മൊഡ്യൂളിലെ ടോപ്പിക്കാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ നമ്മളെപ്പോഴും PDF എന്നാണ് പറയാറ്. PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, അതായത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഉണ്ടെങ്കിൽ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ആണെങ്കിൽ, then probability of x less than capital X less than x plus delta x. നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന ഈ എക്സിന് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്, എക്സും എക്സ് പ്ലസ് ഡെൽറ്റ എക്സും. അതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയണം ഫോർ എ സ്മോൾ ഇൻ്റർവൽ ഡെൽറ്റ എക്സ്. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും ഇതിൻ്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ എക്സിൻ്റെ വാല്യൂ റാൻഡം വേരിയബിൾ എക്സിൻ്റെ വാല്യൂ റാൻഡം വേരിയബിളിനാണ് നമ്മളിവിടെ ക്യാപിറ്റൽ എക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എക്സ് മുതൽ മാക്സിമം പോകാൻ പറ്റുന്ന എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വരെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഓർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മൾ എപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ, അതേപോലെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ഡിസ്ക്രീറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, സമ്മേഷൻ യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് തന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു 1 2 3 എക്സെട്ര എന്നുള്ള പാറ്റേണിലാണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ എന്തൊരു 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 എന്നോ ഇങ്ങനെയൊക്കെ തരുന്ന ഒരു പാറ്റേണിലായിരിക്കും കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതിന് പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, PDF-ൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പ്രോബബിലിറ്റി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് ഡിനോട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്, ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. ഓക്കെ, അടുത്ത വരിക ടോട്ടൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് എഫ് ഓഫ് എക്സ്. ഈ PDF-ൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്തായിരിക്കണം 1. ഇതേപോലെ നമ്മൾ ഡിസ്ക്രീറ്റിലും ഡിസ്കസ് ചെയ്തിരുന്നു. ഡിസ്ക്രീറ്റ് വരുമ്പോൾ ടോട്ടൽ എങ്ങനെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, സപ്പോസ് നമുക്കൊരു ഒരു റേഞ്ച് ഗിവൺ ആണെന്ന് വെക്കാം, ഇൻ്റർവെൽ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ആ ഒരു വാല്യൂവിന് ആ ഒരു ഇൻ്റർവെലിന് ബിറ്റ്വീൻ വരുന്ന പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻ്റഗ്രേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇൻ്റർവെലിനെ ഡിനോട്ട് ചെയ്യാമല്ലോ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ഓർ probability of a less than or equal to x less than b and probability of a less than x less than b. ഇതിൽ ഏത് പാറ്റേണിലാണെങ്കിൽ പോലും മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലോ അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ മാത്രമേ കാണത്തുള്ളൂ, ഇല്ലെങ്കിൽ രണ്ടുകൂടെ ഒരുമിച്ച് വരാം, ഏത് പാറ്റേണിൽ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, സെയിം ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, ഇൻ്റഗ്രൽ a to b f of x into dx. അപ്പോൾ ഡിസ്ക്രീറ്റിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ഇക്വേഷൻ ആയിരുന്നു ഇതിനൊക്കെ പഠിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാം സെയിം ഇക്വേഷൻ ആണ്. പിന്നെ വരുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എ, ദാറ്റ്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എ എലമെന്റ് ഓഫ് ആർ. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയിലെ നമ്മളെപ്പോഴും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഇൻ്റഗ്രൽ a to a f of x into dx എന്ന് വരും. അപ്പോൾ a to a ആയതുകൊണ്ട് അതിനെ സോൾവ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്ത് വരും, ലിമിറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന പ്രോപ്പർട്ടീസ്. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ
പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ PMFന് ശേഷം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ടോപ്പിക്സും അതിൻ്റെ കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. നെക്സ്റ്റ് വൺ, പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ f(x) വെച്ചിട്ടായിരിക്കും. ഓക്കെ, അതിന് PMF ആണെങ്കിലും PDF ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ആസ് ക്യാപിറ്റൽ f(x). ഇനി അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഫസ്റ്റ് വൺ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും? ഒന്നെങ്കിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ 0യേക്കാൾ ഗ്രേറ്ററോ ആയിരിക്കും. പ്രോബബിലിറ്റി റിലേറ്റഡ് എന്ത് വന്നാലും നെഗറ്റീവ് വാല്യൂസ് വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ f(x) ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും 0 ഓർ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ x എലമെന്റ് ഓഫ് R. അപ്പോൾ x എന്ന് പറയുന്നത് നമ്മുടെ റിയൽ നമ്പറിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ്. x എലമെന്റ് ഓഫ് R ആണ്. ദാറ്റ് മീൻസ് നെഗറ്റീവ് നമ്പേഴ്സോ പോസിറ്റീവ് നമ്പേഴ്സോ ഫ്രാക്ഷൻസോ വാട്ടെവർ എന്ത് വേണമെങ്കിലും വരാം. പക്ഷേ നമ്മുടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 അതിനേക്കാൾ ഗ്രേറ്ററോ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ഇത് ഓൾമോസ്റ്റ് എല്ലാം PMFനകത്ത് നമ്മൾ പറഞ്ഞതാണ്. f(x) ഈസ് നോൺ ഡിക്രീസിങ്. f(x) ഈസ് നോൺ ഡിക്രീസിങ്. അതായത് f(x) എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f(y) ആണെങ്കിൽ f(y) ആകുന്നത് എപ്പോഴാണ്? x ഗ്രേറ്റർ ദാൻ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y ആണെങ്കിൽ. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y ആണെങ്കിൽ f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f(y) തന്നെ ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി f(-∞) എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എടുക്കാൻ പറ്റുന്ന പ്രോബബിലിറ്റി എന്താണോ അതായിട്ടാണ് കൺസിഡർ ചെയ്തത്. ദാറ്റ് ഈസ് 0. നെക്സ്റ്റ് വൺ, f(+∞) എന്ന് പറയുന്നത് ഈക്വൽ ടു 1. അടുത്ത പ്രോപ്പർട്ടി വരിക കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി വരിക P of A less than or equal to X less than B, and P of A less than or equal to X less than or equal to B. P of A less than X less than or equal to B. ഇനി ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് വരാലോ, രണ്ടിടത്തും ഈക്വൽ ടു ഇല്ലാതെ A less than X less than B. ഈ 4 കേസിൽ എന്ത് വന്നാലും നമുക്ക് ഒരേ പാറ്റേണിൽ തന്നെ ചെയ്യാം, f(b) മൈനസ് f(a). ഇതേപോലെ ഇക്വേഷൻസ് നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റിനകത്തും പഠിച്ചിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻസിൽ മാത്രമേ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. അടുത്ത വരുന്നത് ഇത് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനകത്ത് പറഞ്ഞിട്ടുള്ളതല്ല. ക്യാപിറ്റൽ f(x) ഗിവൺ ആണെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്റർ f(x) PDF ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് the PDF സ്മോൾ ലെറ്റർ f(x) PDFനെ എപ്പോഴും സ്മോൾ ലെറ്റർ f(x) വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളൂ. നമ്മുടെ ക്യാപിറ്റൽ f(x) ദാറ്റ് മീൻസ് കണ്ടിന്യൂസിൻ്റെ ക്യുമുലേറ്റീവിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ക്യുമുലേറ്റീവ് f(x) ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ f(x) അല്ലെങ്കിൽ PDF കിട്ടും. x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഇനി ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സബ്ട്രാക്ട് ചെയ്യും. നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് ചെക്ക് ചെയ്ത് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ വെദർ the following function is a probability density function of a continuous random variable x. Okay, അപ്പോൾ f(x) given ആണ്. f(x) equal to 2x³ 0 less than or equal to x less than or equal to 1 and 0 otherwise. That means
സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്ക് വാല്യൂ വരുമ്പോൾ മാത്രമേ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാവൂ. സപ്പോസ് എക്സിൻ്റെ വാല്യൂ 1.5 ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2x³ ആണ് നമുക്ക് എഫ് ഓഫ് എക്സ് തന്നേക്കുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് 0യ്ക്കും 1നും ബിറ്റ്വീൻ. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കിനി നോക്കേണ്ടത് ഇപ്പം ഇത് PDF ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണോ? PDF ആണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നായിരുന്നു ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചിരുന്നത്. അപ്പം നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2x³. അതേപോലെ എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നു? 0യ്ക്കും 1നും ഈക്വൽ ടു ഉണ്ട്, 1നും ബിറ്റ്വീൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള എന്ത് വാല്യൂസ് എടുത്താലും x³ ആണ്. പക്ഷേ ക്യൂബ് ആണെങ്കിലും ഇനി എന്താ ഇത് 0യ്ക്കും 1നും ഇടയ്ക്ക് എന്ത് വാല്യൂസ് എടുത്താലും നമുക്കിവിടെ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക, പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ 0.1 എടുത്തു കഴിഞ്ഞാൽ 2x³ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ തന്നെ ആയിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. ദെൻ ഇത് ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പ്രോപ്പർട്ടി നമുക്ക് ചെക്ക് ചെയ്യാം. സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ് നമ്മൾ പഠിച്ചത്? ടോട്ടൽ പ്രോബബിലിറ്റി എന്താണ്? ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്താണ്? 1 ആകണം. അപ്പോൾ ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്തില്ലായിരുന്നു കേട്ടോ. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എക്സ്. അങ്ങനെ വരുമ്പോൾ ഇതെന്താണ്? സാറ്റിസ്ഫൈങ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞ് ഹെൻസ് ദ ഗിവൺ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. അടുത്ത അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ഇനിയിപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ ഓവർ എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നത്? 0 മുതൽ 1 വരെ. എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. എഫ് ഓഫ് എക്സിന് പകരം നമ്മുടെ ഫംഗ്ഷൻ കൊടുക്കുക. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 2x³. 0 മുതൽ 1 വരെ 2x³ ആണ്. അതല്ലാതെ വേറെ എന്ത് വാല്യൂ വന്നാലും എന്തായിരിക്കും? 0 ആയിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി. അതാണ് നമ്മളിവിടെ എഴുതിയിരുന്നത്. 0 അതർവൈസ്. 0യ്ക്കും 1നും ബിറ്റ്വീൻ അല്ലാതെ വേറെ എന്ത് വന്നാലും പ്രോബബിലിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തോരും? x³ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁴/4. നിങ്ങൾക്ക് ഇക്വേഷനൊക്കെ അറിയാൻ തോന്നുന്നു. പവർ റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. x⁴n എന്ന് പറയുന്നത് എന്തോരും? ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രൽ x⁴n എന്ന് പറയുന്നത് x⁴n+1 ഡിവൈഡ് ബൈ n+1 ഇൻറ്റു dx ഇട്ടേക്കണേ. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്യുന്നു. ഫ്രം ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമ്മൾ കൊടുക്കുന്നു. ഇനി അത് അപ്ലൈ ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു 2/4. 2നെ 4നെയും കൂടെ കട്ട് ചെയ്യുന്നെങ്കിൽ കട്ട് ചെയ്തോളൂ ഇവിടുന്ന്, അല്ലെങ്കിൽ അവിടെ ഇട്ടേക്കുക, നോ ഇഷ്യൂസ്. ദെൻ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് അപ്പർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് എന്താണ്? 1⁴ മൈനസ് 0⁴/4. അപ്പോൾ പിന്നെ എന്തോരും? 1/4 അല്ലേ? അപ്പോൾ 2 × 1/4 ദാറ്റ്സ് ഈക്വൽ ടു 2 × 2/4 അല്ലെങ്കിൽ 2/4 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 1. ഓക്കെ, 2/4 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1. അങ്ങനെ വരുമ്പോൾ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് എ PDF. ഓക്കെ, കൺക്ലൂഷൻ മസ്റ്റ് ആണ്, മറക്കരുത്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യണം. ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് എ PDF. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given the PDF of a random variable x as f of x equal to 2e⁻²x 0 less than x less than infinity, 0 otherwise. അപ്പോൾ PDF ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റീസ് ഓഫ് x. First question, between 1 and 3. Next question, greater than 0.5. ഓക്കെ, അപ്പോൾ നമുക്ക് PDF ഇവിടെ ഇൻഫിനിറ്റി വരെയാണ് തന്നേക്കുന്നത്.
ഇവിടെ അതർവൈസ് മീൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക, 0യേക്കാൾ ലെസ് ആയിട്ടുള്ളത് മാത്രമേ ഇപ്പം നമുക്ക് എടുക്കാനുള്ളൂ. 0യേക്കാൾ ലെസ് ആയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അതിൻ്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. 0യുടെ ഈക്വലും എടുക്കാം. ഗ്രേറ്റർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്ത സ്ഥിതിക്ക് ഈക്വലൂടെ 0യുടെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്താണ്, ബിറ്റ്വീൻ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 1നും 3ക്കും ബിറ്റ്വീൻ. അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 1നും 3ക്കും ബിറ്റ്വീൻ ആയിരിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു വരുന്നത്, നമ്മൾ ഇക്വേഷൻ എഴുതിയായിരുന്നു പി ഓഫ് പ്രോപ്പർട്ടീസ് എഴുതിയപ്പോൾ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2x. ഇതാണ് എഫ് ഓഫ് എക്സ് വരിക. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുന്നത് എന്തൊരു ഇൻ്റഗ്രൽ 1 to 3 എഫ് ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കണം, 2 ഇ റൈസ് ടു മൈനസ് 2x ഇൻറ്റു ഡി എക്സ്. അപ്പോൾ 2 കോൺസ്റ്റൻ്റ് ആണല്ലോ, പുറത്തിടാം. ഇ റൈസ് ടു മൈനസ് 2x ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും, ഇ റൈസ് ടു മൈനസ് എം എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഇൻ്റഗ്രൽ. ഇ റൈസ് ടു മൈനസ് എം എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എം എന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വരിക. അപ്പോൾ നമുക്ക് ഇ റൈസ് ടു മൈനസ് 2x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും, ഇ റൈസ് ടു മൈനസ് 2x ഡിവൈഡഡ് ബൈ, ഈ പവറിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, മൈനസ് 2 ഇ റൈസ് ടു മൈനസ് 2x ഡിവൈഡ് ബൈ മൈനസ് 2 ഫ്രം എവിടെ മുതൽ, ലോവർ ലിമിറ്റ് എന്താ 1 to 3. ഇനി അപ്പോൾ നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇനി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ മൈനസ് ഈ 2 കൂടെ ക്യാൻസൽ ആവുമല്ലോ. അപ്പോൾ ഈ മൈനസ് ഫ്രണ്ടിൽ ഇട്ടേക്കുന്നു, മൈനസ് ഇ റൈസ് ടു മൈനസ് 2x ഫ്രം എവിടെ മുതൽ എവിടെ വരെ 1 to 3. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു മൈനസ് 6 മൈനസ് ഇ റൈസ് ടു മൈനസ് 2. ഓക്കെ, അപ്പോൾ നെഗറ്റീവിനെ കൂടെ ഞാൻ അകത്തേക്ക് കൊടുക്കുന്നു, എന്തുവരും, മൈനസ് ഇ റൈസ് ടു മൈനസ് 6 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2. ഈ നെഗറ്റീവ് അകത്തേക്ക് സ്പ്രെഡ് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ഇ റൈസ് ടു മൈനസ് 2 മൈനസ് ഇ റൈസ് ടു മൈനസ് 6 എന്ന് നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, ഇ റൈസ് ടു മൈനസ് 2 മൈനസ് ഇ റൈസ് ടു മൈനസ് 6. ഇതിനെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഇ റൈസ് ടു മൈനസ് 2ൻ്റെ വാല്യൂ നോക്കുക, ദെൻ ഇ റൈസ് ടു മൈനസ് 6ൻ്റെ വാല്യൂ നോക്കുക, അതിനുശേഷം രണ്ടുകൂടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്തെടുത്തേക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇ റൈസ് ടു മൈനസ് 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 0.1353 ആണ് വരിക. ദെൻ നമുക്ക് എന്തായിരുന്നു വേണ്ടത്, ഇ റൈസ് ടു മൈനസ് 6. ഇ റൈസ് ടു മൈനസ് 6 എന്ന് പറയുമ്പോൾ 2.478 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3. അപ്പോൾ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. ഡയറക്റ്റ് ഇ റൈസ് ടു മൈനസ് 2 മൈനസ് ഇ റൈസ് ടു മൈനസ് 6 എന്നങ്ങ് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. അങ്ങനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.1333 ആണ്. മീൻസ് ഇവിടെ മൈനസ് പവർ ഇങ്ങനെ വരുന്ന കൺഫ്യൂഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ഇത്രയും തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, വാല്യൂ സെപ്പറേറ്റ് എടുത്ത് സബ്ട്രാക്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0.5. എക്സ് ഗ്രേറ്റർ ദാൻ 0.5 എന്ന് പറയുമ്പോൾ 0.5 മുതൽ എത്ര വേണമെങ്കിലും നമ്മുടെ എക്സിൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം. 0.5 മുതൽ മാക്സിമം പറ്റുന്ന, അപ്പോൾ എക്സിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ഏതാണ്, നമ്മൾ PDF എഴുതിയപ്പോൾ എക്സിന് പോകാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്താ, ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് എന്ത് കൊടുക്കാം, 0.5 മുതൽ എക്സിന് പോകാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ഇൻഫിനിറ്റി വരെ. മിനിമം വാല്യൂ 0.5 ആയിരിക്കണം എന്നുള്ളൂ, എവിടെ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ കൊടുക്കാം. സപ്പോസ് ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 മുതൽ ഇപ്പോൾ ഒരു 6 വരെ ആയിരുന്നെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് മാക്സിമം പോകാവുന്ന വാല്യൂ എത്രയാണ്, 6 ആയിരിക്കും.
എക്സിൻ്റെ വാല്യൂ 0 മുതൽ 0.5 മുതൽ 6 വരെ എക്സ്റ്റെൻഡ് ആവുള്ളൂ. കാരണം എക്സിന് അവിടെ വരെ പോകാൻ പറ്റുള്ളൂ. 6 കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. അത് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചെയ്തിട്ട് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ എക്സിന് ഇവിടെ മാക്സിമം പോകാൻ പറ്റുന്നത് ഇൻഫിനിറ്റി വരെ ആയതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നായതുകൊണ്ട് എക്സിന് മാക്സിമം ഇൻഫിനിറ്റി വരെ പോകാൻ പറ്റുന്നതുകൊണ്ട് ഞാനത് കൊടുക്കുന്നു. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? ഇ റേസ് ടു 2 into e raised to minus 2x into dx. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്ത് വരും? 2 കോൺസ്റ്റൻറ്റ് e raised to minus 2x ഇൻ്റഗ്രേറ്റ് ചെയ്യും. e raised to minus 2x ഡിവൈഡ് ബൈ minus 2. വാല്യൂ എവിടെ മുതൽ? 0.5 മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ എക്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ 2 ഇൻറ്റു ക്യാൻസലായി മൈനസ് ഈ മൈനസ് മുകളിലേക്ക് കൊടുക്കുന്നു. e raised to minus 2x from 0.5 to infinity. അപ്പോൾ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കാം. മൈനസ് ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഇൻഫിനിറ്റി തന്നെയായിരിക്കും. മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. ദെൻ മൈനസ് ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു 0.5. അപ്പോൾ ഇയുടെ പവർ ഏറ്റവും ലാർജസ്റ്റ് ആവുന്നു അതത്രയും 0യിലോട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നെഗറ്റീവിലോട്ടാകുമ്പോഴത്തേക്കും ആ 0യിലോട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുക. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. അപ്പോൾ മൈനസ് ഇ റേസ് ടു 0 മൈനസ് ഇ റേസ് ടു മൈനസ് 1. അതെന്ത് വരും? ഇ റേസ് ടു മൈനസ് 1. ഇ റേസ് ടു മൈനസ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0. This is equal to 0.368. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 0.5നേക്കാൾ വലുതാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0.368. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്കത് ക്ലാരിഫൈ ചെയ്ത് പോകാം. താങ്ക് യു.